ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അന്ന് പോറ്റിയെ കയറ്റിയത് നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വന്നു. ഇപ്പോൾ പോറ്റിയെ കയറ്റിയത് ആരപ്പ, സ്വർണം കട്ടത് ആരപ്പ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇത് വന്നു, അത് കഴിഞ്ഞ് അതിന് മറുപടിയായിട്ട് പാരഡി ബൃന്ദാകാരാട്ടിൻ്റെ വന്നു. അതെ, സോണിയാഗാന്ധിയുടെ അടുത്ത് കൊണ്ടുപോയത് ആരപ്പ. വീണ്ടും ഈ ഒരു പാരഡിയും അതൊക്കെ സജീവമാകുകയാണോ? അല്ല, അത് ഒന്ന് എനിക്ക് തോന്നുന്നത് രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞൊരു അഭിപ്രായമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം വരികയും ഒരു വിഷയം ഉയർത്തുകയും ചെയ്ത് നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അതിൻ്റെ ഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതേ സാധനവുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഗുണകരമാകുമെന്ന് ഞാൻ പറഞ്ഞതല്ല, രമേശ് ചെന്നിത്തല ആശങ്കപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ശബരിമല പല തവണയും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭയങ്കരമായ നഷ്ടം LDF ഉണ്ടാക്കിയത് ശബരിമലയായിരുന്നു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള LDF വളരെയധികം ദോഷകരമായി ബാധിച്ചു. ഇപ്പം MV ഗോവിന്ദൻ പറയുമായിരിക്കും സ്വാഭാവികമായിട്ടും കണക്ക് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇത് കുറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ തന്നെയും സ്ഥാനാർത്ഥികൾ തോക്കാനും ഒരു വലിയ മുദ്രാവാക്യമായിട്ട് ആൾക്കാർ പോറ്റിയെ കയറി താരപ്പ എന്നുള്ള സാധനം അങ്ങ് വൈറലാകുകയും ചെയ്തതിൻ്റെ പിന്നിൽ കാരണം ശബരിമലയായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നിട്ട് മലയാളത്തിൽ സ്വർണം കട്ട താരപ്പ എന്ന് പാടിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ആ സ്വർണത്തിൻ്റെ ആരാണ് പോറ്റിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഫോട്ടോയുടെ കാര്യം പറഞ്ഞതുകൊണ്ടോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. ഈ കാര്യത്തിൽ ആർക്കെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായമുണ്ടോ? എനിക്ക് വ്യക്തിപരമായി എനിക്ക് ആ ക്യാമ്പയിൻ രീതിയോടെ എനിക്ക് ആദ്യം മുതലേ വിയോജിപ്പാണ്. ഈ സ്വർണം കെട്ട ആരപ്പ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വാസപരമായി പോലും അത് ഭയങ്കര ഒരു മോശം ക്യാമ്പയിനായിരുന്നു. പക്ഷേ ഇപ്പോൾ മാർഷൽ ഏട്ടൻ പറഞ്ഞ പോലെ അന്നത്തെ സമയത്ത് പെട്ടെന്ന് നമുക്ക് ഇപ്പോഴത്തെ പൊതുസമൂഹത്തിന് ഉള്ളൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവർത്തനം പറ്റില്ല. പെട്ടെന്ന് ആളുകൾ മടുത്തു. എന്ത് കേസ് ഇതല്ലേ, ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ഒരു സിനിമ, ഒരു ഗംഭീര സിനിമ വന്ന രണ്ടാമത്തെ ഭാഗം ഉപയോഗിക്കുക അതിൻ്റെ അത്ര പോരാന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഇങ്ങനെ എക്സ്ട്രീം കയറി പോകണം. അപ്പോൾ നമ്മൾ ഈ കണ്ടനുഭവിച്ച് ഈ പാട്ട് കേട്ടാന്ന് മടുത്ത് എന്തിന് ഇപ്പോഴത്തെ ഈ ഡീൽ ആരോപണം തന്നെ പഴകിയില്ലേ? ഈ ഡീൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഡീൽ, ജനങ്ങളുമായിട്ടാണ്, അത് പറയാത്ത നേതാവില്ല. ആ വാർത്ത വായിക്കുന്ന നമ്മൾ മടുത്തു, കേൾക്കുന്ന പ്രേക്ഷകൻ മടുത്തു. അപ്പോൾ അത് പറഞ്ഞ് പഴകി നാശമായ ഒരു ക്യാമ്പയിൻ രീതിയായിട്ടാണ് അത് വീണ്ടും എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഉണ്ടാകുന്നില്ല. ഇലക്ഷൻ വരുമ്പോഴേ ഇതിനൊരു ഷോക്ക് ഉണ്ടായിരുന്നു. ശബരിമല സർക്കാരിന് ഒരു വ്യക്തതയില്ല ഇതെന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. അതിനകത്ത് UDF തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പം ശബരിമല അതിന്റെ തീവ്രതയിൽ നിൽക്കുന്ന സമയമാണ്. അതിനകത്ത് ഒരു വലിയ ഭീകരമായ കാര്യങ്ങൾ സംഭവിച്ചൊന്നും മട്ടിൽ പാട്ടല്ല അതിനകത്ത് ഇമ്പാക്ട്. ആ പാട്ടല്ല അതിനകത്ത് ഇമ്പാക്ട്. ആ പാട്ട് അതിന്റെ കൂടെ ഓടിപ്പോയെന്നേ ഉള്ളൂ. പക്ഷെ ഇവരിത് കഴിഞ്ഞ് ഈ പാട്ടെടുത്ത് ഉപയോഗിച്ചപ്പോൾ അത് ഭയങ്കര വൾഗറായിട്ടാണ്. അത് മാത്രമല്ല, ഇപ്പൊ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന് വീണ്ടും പാടിപ്പിച്ചത് അസ്ഥാനത്താണെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഉടനെ തന്നെ CPM-ന്റെ ട്രോൾ ഇറങ്ങി, മുഖ്യമന്ത്രി അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് സോണിയാഗാന്ധിയുടെ അതാ പറഞ്ഞ അങ്ങനെ ഒരു നാണക്കേടിനെ രാഹുൽ ഗാന്ധി നിർത്തി കൊടുക്കരുതായിരുന്നു. അല്ല, അതിനകത്ത് വെച്ചാൽ ഇത് ടോട്ടലി കേരളത്തിൽ പറയാൻ കോൺഗ്രസിന് ധൈര്യമില്ല. കാരണം അതിനകത്ത് മറ്റേ ഫോട്ടോയ്ക്ക് ഒന്നും മറുപടി പറയാൻ കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ മധ്യ തിരുവിതാംകൂറിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ അവിടെ ഇതൊന്ന് പയറ്റി നോക്കി, അതിന്റെ തിരിച്ചൊരു പണി കിട്ടുകയും ചെയ്തു. മാത്രമല്ല ശബരിമലയെ സംബന്ധിച്ച് ഇപ്പം ഏതാണ്ട് സർക്കാർ ഇപ്പോൾ CPM-ഉം സർക്കാരും ഒക്കെ ശബരിമലയുടെ കാര്യത്തിൽ മയപ്പെട്ടു എന്നുള്ളൊരു ഫീല് പൊതുവേ ഉണ്ട്. അവിടെ ആചാരത്തിന്റെ കാര്യത്തിലായാലും തീരുമാനത്തിൽ മുമ്പുണ്ടായിരുന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറി. അതുപോലെ തന്നെ സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ പത്മകുമാറിനപ്പുറം മറ്റാരെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ശബരിമലയിൽ CPM ഇനി ഒരു ദുരുദ്ദേശവുമായി അല്ലെങ്കിൽ CPM-ന്റെ ഭാഗത്തുനിന്ന് 2019 കഴിഞ്ഞ തവണയും ഇത് രാഷ്ട്രീയമായി UDF ഉപയോഗിക്കുന്നു എന്ന ഫീൽ പൊതുജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന മെസ്സേജ് കൊടുക്കാതെ അതിന് രാഷ്ട്രീയ ആനുകൂല്യം കൈപ്പറ്റുകയാണ് UDF ചെയ്തത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല, നേരിട്ട് ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് എന്ന് പൊതുജനങ്ങൾക്ക് ശബരിമലയുടെ യഥാർത്ഥ ഭക്തർ ഇതൊരു ശബരിമല വിശ്വാസത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ടാണ് ഇതുവരെയും ശബരിമല ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാതെ, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാകാതെ അത് ഉറങ്ങിക്കിടക്കും.